ഇപ്പം എനിക്ക് ചേച്ചീനെ എപ്പോഴും കാണുമ്പോഴും സംസാരം കേൾക്കുമ്പോഴൊക്കെ തോന്നുന്നത് ചേച്ചി ആരും ജഡ്ജ് ചെയ്യാറില്ല. അതായത് ഇപ്പോൾ ആർക്കെങ്കിലും എതിരെ ഒരു ആരോപണം വന്നാൽ അതൊക്കെ അത് എന്തുകൊണ്ട് മറ്റൊരു സൈഡ് ഉണ്ട് എന്ന് ചിന്തിക്കുന്ന പോലെ. ഇപ്പോൾ ഒമറിൻ്റെ കാര്യം തന്നെ, നമുക്ക് ഈ ബാഡ് ബോയ്സിൻ്റെ കാര്യം വന്നപ്പം ഒമറിൻ്റെ കേസുമായിട്ട് ആൾക്കാർ ഇതിനെ കൂട്ടിക്കെട്ടുന്നുണ്ടായിരിക്കും. ശരിക്കും ഇതിനൊക്കെ എത്രയോ നാൾ മുന്നേ, ഈ അലിഗേഷൻസ് ഒക്കെ വരുന്നതിന് മുന്നേ കമ്മിറ്റ് ചെയ്യുകയും സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്ത സിനിമയാണ്. എനിക്ക് എപ്പോഴും അങ്ങനെ എന്താ ചേച്ചി, അങ്ങനത്തെ ഒരു ഭയങ്കര നല്ലൊരു ഇതായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് ചെറുപ്പം തൊട്ട് എനിക്ക് ഇങ്ങനെ ഈ ഒരുപാട് അപമാനിതരാവുന്നവരുടെ അല്ലെങ്കിൽ പരിഹാസിതരാവുന്നവരുടെ കൂടെ എൻ്റെ മൈൻഡ് എപ്പോഴും പാവം അത് എനിക്ക് അങ്ങനത്തെ ഒരു ഇതുണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല. എനിക്കിങ്ങനെ ഒരുപാട് ഒരാളെ ഇങ്ങനെ നിർത്തി ഒറ്റപ്പെടുത്തി ക്രൂശിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ലാത്ത ഒരാളാണ്. അത് തെറ്റെന്ന് പറഞ്ഞാൽ ഭയങ്കര തെറ്റുകൾ, ഇപ്പം ക്രിമിനൽ കുറ്റങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇപ്പം ആസിഡ് ഒഴിക്കുക, അതൊക്കെ ഓക്കെ, അവരെയൊക്കെ നമ്മൾ 6 മാസത്തിനുള്ളിൽ തന്നെ അവർക്ക് കടുത്ത ശിക്ഷ തന്നെ കൊടുക്കണമെന്ന് ഞാൻ. പക്ഷെ ബാക്കിയുള്ള ഈ സംഭവങ്ങളുണ്ടല്ലോ, നമ്മുടെ സാധാരണ ഹ്യൂമൻ ലൈഫിൽ സംഭവിക്കുന്ന സാധാരണ തെറ്റുകൾ, അല്ലെങ്കിൽ മനുഷ്യർ പെട്ടുപോകുന്ന ചില സംഭവങ്ങൾ, അങ്ങനത്തേലൊക്കെ എനിക്ക് അവരെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ക്രൂശിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ. അപ്പോൾ എനിക്ക് അവരോടൊരു ഭയങ്കര അത് അവരുടെ മൈൻഡ് ഒന്ന് ആലോചിച്ച് നോക്കിയപ്പം അവരെത്ര ഒരു മാനസികാഘാതത്തിൽ കൂടെ ആയിരിക്കും കടന്നു പോകണം. അപ്പോൾ അതിനെ എനിക്ക് ഭയങ്കര സങ്കടമാണ്. അങ്ങനെ ഒരാളെ അങ്ങനെ നടുവിൽ നിർത്തി നമ്മൾ കല്ലെറിയുക എന്നുള്ളൊരു സാധനമില്ലേ, അതിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റാത്ത ഒരാളാണ്. അത്രപോലും അങ്ങനെ വിഷമിക്കുന്ന ഒരാൾക്ക് നേരെ ഇങ്ങനത്തെ ആരോപണങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ട്രോളുകളൊക്കെ വരുമ്പോൾ ചേച്ചി അതിനെ എങ്ങനെയാണ്? ഞാൻ എന്നെയോ എനിക്ക് വിഷമം വരും. ഈ കാണുന്ന സ്ട്രോങ് ആയിട്ടുള്ള ആളെ അല്ല നേരം. കാരണം എപ്പോഴും ഷീൽ ചേച്ചിയെ കാണുമ്പം അപ്പോൾ പ്രൊഡ്യൂസറാണ്, ആക്ട്രസ്സാണ്, ബിസിനസ് വുമനാണ്. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഭയങ്കര സ്ട്രോങ് ആണെന്ന്. അപ്പോൾ മറ്റുള്ളവരോട് ഇത്രയും സഹാനുഭൂതിയുള്ള ഒരാളിലേക്ക് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളെ പോലും താങ്ങാൻ പറ്റാത്ത ആളാണ്. അല്ല, ഇതിൽ ആക്ച്വലി എന്നെ പറയുന്നതൊക്കെ ഞാൻ എന്താ പറയുക, അത് എൻ്റെ മാത്രം പേഴ്സണൽ സൈഡായിട്ട് വെച്ചുകൊണ്ട് ആ വിഷമങ്ങളൊക്കെ എന്നിൽ മാത്രം ഒതുക്കുന്നതാണ്. പക്ഷേ എനിക്ക് കൂടുതലും തോന്നിയതേ, നമ്മുടെ ഈ ഒരു സിനിമയിൽ ഒരു 40 ആർട്ടിസ്റ്റുകളോളം ഉണ്ട്. മൊത്തം കൂടെ നോക്കി 70 ആർട്ടിസ്റ്റ് ഉണ്ട്. മെയിൻ ആർട്ടിസ്റ്റ്, ലീഡ് ആർട്ടിസ്റ്റുകൾ 40 പേരുള്ളൊരു സിനിമയാണ്. അപ്പം ഈ സിനിമയെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുമ്പോൾ എനിക്ക് അവരെ എല്ലാം അപമാനിക്കുന്നുവല്ല തോന്നണേ. ഈ നമ്മുടെ സിനിമയിൽ വന്ന് അഭിനയിച്ച ആർട്ടിസ്റ്റുകൾക്ക് വരുന്നൊരു വിഷമമില്ലേ, അവരൊക്കെ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്, നമ്മൾ ചെയ്ത എല്ലാ സിനിമകളും വെച്ച് നോക്കുമ്പം ഇത്രയും കോപ്പറേറ്റീവായിട്ട് നിന്ന് ഞങ്ങളെക്കാൾ കൂടുതൽ എഫേർട്ട് എടുത്ത് പ്രൊമോഷന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ പറയാതെ തന്നെ. ബിബിൻ ജോർജൊക്കെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം പോലും സാറ്റർഡേ ഈവനിങ് നൈറ്റ് 1 AM പുള്ളി ഫോറം മോളിൽ ചെന്നു. പ്രേക്ഷകർ സിനിമ ഉണ്ട് 11:15 ഷോ കഴിഞ്ഞ് ഇറങ്ങുന്നവരെ കാണാൻ വേണ്ടിയിട്ട് 1 മണിക്ക് അവിടെ ഇരുന്ന് സെക്കൻഡ് ഹാഫ് ഫുള്ള് കണ്ട് അവരെല്ലാം കണ്ടിട്ടാണ് അദ്ദേഹം പോയത്. നമ്മൾ പറഞ്ഞിട്ടോ അല്ലെ നമ്മുടെ സൈഡിൽ നിന്നല്ല, അദ്ദേഹം തന്നെ ചെയ്തതാണ്. അപ്പോൾ അതുപോലെ ആർട്ടിസ്റ്റുകളുടെ ഒരു മാനസികാവസ്ഥയും കൂടെ ഒന്ന് മനസ്സിലാക്കണം എന്നുള്ള ഒരു സാധനം.